താമരശ്ശേരി രൂപതയിലെ ഈരൂരിൽ സ്ഥാപിതമായ സെന്റ് ജോസഫ് ക്ലോയിസ്റ്റേഡ് മൊണാസ്ട്രിയുടെ വെഞ്ചരിപ്പും ദൈവാലയ പ്രതിഷ്ഠയും ബിഷപ്പ് റെമീജിയസ് ഇഞ്ചനാനിയിൽ നിർവഹിച്ചു. മിണ്ടാമഠമെന്ന് പൊതുവെ അറിയപ്പെടുന്ന നിഷ്പാദുക കർമ്മലീത്ത സന്യാസിനി സമൂഹത്തിന്റെ മലബാറിലെ ആദ്യ ശാഖാഭവനമാണിത്. 4 വർഷം മുമ്പ് പണികൾ ആരംഭിച്ചെങ്കിലും കോവിഡ് മഹാമാരി മൂലം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കാലതാമസം നേരിടുകയായിരുന്നു. നിർമ്മാണം പൂർത്തിയായ ആശ്രമത്തിന്റെ ഒരു ഭാഗം 2022 ജൂലൈ 16-ന് വെഞ്ചരിച്ചിരുന്നു. 21 സന്യാസിനിമാർക്കായാണ് ആശ്രമം ഒരുക്കിയിട്ടുള്ളത്. സീറോ മലബാർ സഭയിലെ രണ്ടാമത്തെ മിണ്ടാമഠം ഇന്ന് താമരശ്ശേരി രൂപതയിലെ ഈടൂരിൽ ആശീർവദിക്കപ്പെടുമ്പോൾ വിശ്വാസത്തിന്റെ വഴികളിൽ പുതിയൊരു അധ്യായം എഴുതി ചേർക്കപ്പെടുകയാണ്. ബിഷപ്പ് മാർ റെമജിയോസ് ഇഞ്ചനാനിയിലെ ക്ഷണപ്രകാരമാണ് നിഷ്പാദുക കർമ്മലീത്ത സന്യാസിനി സമൂഹം താമരശ്ശേരി രൂപതയിൽ ശാഖാഭവനം സ്ഥാപിച്ചത്. പ്രാർത്ഥന ജീവിതവ്രതമാക്കിയ സന്യാസിനി സമൂഹമാണ് ലോകമെങ്ങും ശാഖകളുള്ള ക്ലോയിസേർഡ് കാർമൽ സിസ്റ്റേഴ്സ്. മലബാറിലെ ശാഖാഭവനം താമരശ്ശേരി രൂപതയിൽ ആരംഭിക്കുന്നത് സന്തോഷം നൽകുന്നുവെന്നും ഈ സഹോദരന്മാരുടെ പ്രാർത്ഥനകൾ താമരശ്ശേരി രൂപതയ്ക്കും സഭയ്ക്കും വലിയ മുതൽക്കൂട്ടാകുമെന്നും ബിഷപ്പ് പറഞ്ഞു. കോടഞ്ചേരി ഫൊറോന ദേവാലയത്തിൽ നിന്ന് പ്രദക്ഷിണമായി സെന്റ് ജോസഫ് ക്ലോയിസേർഡ് മൊണാസ്ട്രിയിലേക്ക് എത്തിച്ചേർന്ന് 2:30-ന് മൊണാസ്ട്രി അങ്കണത്തിൽ ബിഷപ്പ് മാർ റെമജിയോസ് ഇഞ്ചനാനിയിലിന് സ്വീകരണം നൽകി. തുടർന്ന് 3-ന് വെഞ്ചരിപ്പും ദേവാലയ പ്രതിഷ്ഠാ കർമ്മങ്ങളും ആരംഭിച്ചു. ക്രിസ്തുവിന് 90 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിലെ കർമ്മലമലയിൽ താമസിച്ചിരുന്ന ഏലിയ പ്രവാചകന് മുതലുള്ള പാരമ്പര്യമാണ് നിഷ്പാദുക കർമ്മലിത്ത സന്യാസിനി സമൂഹങ്ങൾക്കുള്ളത്. പിന്നീട് 16-ാം നൂറ്റാണ്ടിൽ ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയും കുരിശിന്റെ വിശുദ്ധ യോഹന്നാനും ചേർന്ന് സഭയെ നവീകരിക്കുകയും നിയതമായ രൂപഭാവങ്ങൾ നൽകുകയും ചെയ്തു. ഇപ്പോൾ 102 രാജ്യങ്ങളിലെ 830 മഠങ്ങളിലായി 12,000 അംഗങ്ങളുണ്ട്. ഓരോ മഠവും സ്വതന്ത്രമാണ്. മിനിമം 9 അംഗങ്ങളും പരമാവധി 21 പേരുമാണ് ഓരോ മഠത്തിലുമുള്ളത്. മിണ്ടാമഠങ്ങളിൽ ചേർന്നാൽ ജീവിതാവസാനം വരെ അവിടെയാണ്. വോട്ട് ചെയ്യാനും ചികിത്സയ്ക്കുമല്ലാതെ പുറത്തേക്കിറങ്ങില്ല. എല്ലാ മിണ്ടാമഠങ്ങളിലും ചാപ്പലകളും സിമിത്തേരികളുമുണ്ട്. വലിയ ആഴ്ചയിലെ തിരുക്കർമ്മങ്ങൾ വരെ അവിടെയാണ് നടത്തുന്നത്. കേരളത്തിൽ ആദ്യമായി വിദേശ മിഷണറിമാരുടെ വരവോടെ കർമ്മലീത്ത സന്യാസ സഭയിലെ വൈദികർ കേരളത്തിലെത്തുകയും അവരുടെ ശ്രമഫലമായി വിജയപുരം രൂപതയിലെ കോട്ടയത്ത് 1933-ൽ സ്പെയിനിൽ നിന്നും 8 സന്യാസിനികൾ കേരളത്തിലേക്ക് വരികയും ആദ്യമായൊരു ക്ലോയിസേർഡ് കോൺവെന്റ് ആരംഭിക്കുകയും ചെയ്തു. പിന്നീട് കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ 6ഓളം സന്യാസിനി സമൂഹങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. സീറോ മലബാർ സഭയിൽ 2009-ൽ ദിവംഗതനായ കർദിനാൾമാർ വർക്കി വിധേയത്തിൽ പിതാവിന്റെ ശ്രമഫലമായി മലയാറ്റൂരിൽ ആദ്യമായി മിണ്ടാമഠം സ്ഥാപിക്കപ്പെട്ടു. സിസ്റ്റർ ജോൺസി മരിയയായിരുന്നു അന്നത്തെ മഠാധിപതി. പിന്നീടുള്ള നാളുകളിൽ ദൈവകൃപയാൽ ദൈവവിളികൾ വർദ്ധിച്ചതിനാൽ വീണ്ടും ഒരു മിണ്ടാമഠം സ്ഥാപിക്കാനുള്ള ആലോചനയിലായിരുന്നു ഇവിടുത്തെ സന്യാസിനികൾ. താമരശ്ശേരി രൂപത അധ്യക്ഷൻ മലയാറ്റൂർ മഠം സന്ദർശിച്ച അവസരത്തിൽ താമരശ്ശേരി രൂപതയിൽ ഒരു സന്യാസിനി ഭവനം സ്ഥാപിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹം പങ്കുവച്ചു. 2019 മെയ് 15-നാണ് താമരശ്ശേരിക്കടുത്തുള്ള കക്കടാമ്പുയിൽ താൽക്കാലികമായി മിണ്ടാമഠം തുടങ്ങിയത്. ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മാർ ജേക്കബ് തൂങ്കുടി സ്ഥാപിച്ച SKT സഭയുടെ അടഞ്ഞുകിടന്ന ഒരു അനാഥ മന്ദിരം അവിടെ ഉണ്ടായിരുന്നു. 1 വർഷത്തേക്ക് ആ കെട്ടിടം ഉപയോഗിക്കാൻ നൽകി. 2019-ൽ OCD സഭയുടെ മലബാർ പ്രൊവിൻസിന്റെ ഉടമസ്ഥതയിലുള്ള കോടഞ്ചേരിക്കടുത്ത് ഈടൂരിൽ 2 ഏക്കർ സ്ഥലം സൗജന്യമായി ലഭിക്കുകയും 2019 മാർച്ചിൽ ഈ സന്യാസിനി സമൂഹത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയും ചെയ്തു. വെഞ്ചരിപ്പ് കർമ്മത്തിന്റെ നിറവിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ കരുതലിനും കാരുണ്യത്തിനും നന്ദി പറയുകയാണ് സെന്റ് ജോസഫ് ക്ലോയിസേർഡ് മഠത്തിലെ സന്യാസിനികൾ. പ്രാർത്ഥനയുടെയും ആവൃത്തിയിലെ നിശബ്ദതയിൽ ദൈവത്തിലുള്ള പ്രത്യേക സമർപ്പണത്തിന്റെ മരിപ്പച്ചയായി ഈ കാർമൽ മഠം നിലകൊള്ളുമ്പോൾ ദൈവത്തിന് അവരിലൂടെ ലോകത്തോട് പറയാനുള്ളത് ദൈവത്തിനായുള്ള ദാഹം മനുഷ്യഹൃദയങ്ങളിൽ എന്നും ഉണ്ടാകണമെന്നും അവിടുത്തെ അന്വേഷിക്കാൻ നാം തയ്യാറാകണമെന്നുമാണ്. ഷെക്ന ന്യൂസ്, കോഴിക്കോട്.